ഹായ് വെൽക്കം ബാക്ക് ടു സായ യൂട്യൂബ് ചാനൽ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ സായ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി സരോജിനി അമ്മ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണത് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് സാധിച്ചില്ല ഇങ്ങനൊരു ചാനൽ തുടങ്ങാൻ. എനിക്ക് അത്രയ്ക്കുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചാനലിനെ പറ്റി. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മേനെ എത്രത്തോളം മിസ്സാവണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പം എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി സരോജിനി അമ്മ എന്നാക്കാമെന്ന്. അപ്പോൾ ഇനി മുതൽ സരോജിനി അമ്മ എന്നായിരിക്കും ഈ ചാനലിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മരിച്ചു കഴിയുമ്പോഴാണ് അവരെത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാലും അവരുടെ എന്താ പറയുക, അവരുടെ ഓർമ്മകൾ എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. നല്ല ഇത് അമ്മ ജീവിച്ചിരുന്നപ്പോൾ അമ്മയുടെ പേരിൽ എനിക്ക് ഇങ്ങനൊരു ചാനൽ ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അമ്മയുടെ പേരിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ള ഒരിത് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ പേരെടുത്തിട്ടാൽ അത് ശരിയാവില്ല. സായ എന്ന് പറയുമ്പോൾ അതിലെൻ്റെ പേരും കൂടി ഉണ്ടല്ലോ, സരോജിനിയുടെ സായും ദിവ്യയുടെ യായും. അമ്മയ്ക്ക് വേണ്ടിയിട്ടാവുമ്പോൾ അമ്മയുടെ പേരല്ലേ ചേർക്കേണ്ടത്. അപ്പോൾ സരോജിനി അമ്മ എപ്പോഴും അമ്മ എൻ്റെ ഹൃദയത്തിൽ തന്നെ. ഞാൻ എന്ത് കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഞാൻ എപ്പോഴും അമ്മേനെ ഓർക്കാറുണ്ട്. എൻ്റെ അമ്മേനെ കാണണ്ടേ നിങ്ങൾക്ക്? കണ്ടോ, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് അച്ഛൻ. അമ്മയുടെ ഓർമ്മകൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. ശരിക്കും അമ്മേനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറഞ്ഞ സമയത്ത് എനിക്കെന്താണെന്ന് പറഞ്ഞോളൂ, ഭയങ്കര ഒരു വിഷമം വരണം. അമ്മയുള്ള സമയത്തൊക്കെ അമ്മക്കെപ്പോഴും വയ്യ. അപ്പം അമ്മ മരുന്നൊക്കെ കഴിച്ചിങ്ങനെ കിടക്കണിരിക്കും. അപ്പം ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അമ്മ എണീറ്റ് വരും. അമ്മയ്ക്ക് ആ സമയത്ത് ആക്റ്റീവാണെങ്കിൽ അമ്മ എല്ലാം ഇത് കറി വയ്ക്കുകയും ചോറ് വയ്ക്കുകയും അടിച്ച് വാരുകയൊക്കെ ചെയ്യും. നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അമ്മ എണീറ്റ് വന്നിട്ട് ഹോളിൽ വന്നിങ്ങനെ നോക്കിയിരിക്കും ഞാനിങ്ങനെ പണി ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്കും അതൊരു ഇതാണ്. കാരണം ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കുമ്പോൾ നമുക്കൊരു ബോറടിയല്ലേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമുക്ക് കേട്ടിരിക്കാനായിട്ട്, അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. നമുക്കിങ്ങനെ കേട്ടും ഇരിക്കാമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇത്തിരി കേട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ പറയും, ഞാൻ കസേര എടുത്തുകൊണ്ട് വരാം, കസേരയിൽ അമ്മ ഇരിക്കുക, അപ്പം അമ്മക്ക് സംസാരിക്കുകയും ചെയ്യാം, എനിക്ക് പണിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കസേര എടുത്തുകൊണ്ട് വരും. അമ്മ എന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പഴയ കാര്യങ്ങളും ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അമ്മേനോട് സംസാരിക്കും. ഞാനത് കേൾക്കും. ഞാൻ എന്നിട്ട് പണിയെടുക്കും. കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കഴിയുമ്പോൾ അമ്മ പറയും, അയ്യോ വയ്യാട്ടാ, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകും. അപ്പോൾ അമ്മക്കും മനസ്സിനൊരു സമാധാനം അങ്ങനെ ഇത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള പ്രായമായ അമ്മമാരോ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യണം. അവർക്കെന്ന് പറഞ്ഞാൽ സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും നമ്മളൊരു ക്ഷമ കൊടുക്കണം. അവർ സംസാരിക്കണത് ചിലപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞത് തന്നെ 10 പ്രാവശ്യം വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ 100 പ്രാവശ്യം പറയും. എന്നാലും നമ്മളത് കേട്ടിരിക്കാനുള്ളൊരു ക്ഷമ കാണാം. അത് ഞാൻ ഇപ്പം ഇങ്ങനെ പറയാൻ കാര്യം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്മയുണ്ട്. സിസ്റ്ററായിരുന്നു. സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിനിക്കിലൊക്കെ നഴ്സില്ലേ. അപ്പോൾ ആ സിസ്റ്റർ പ്രായമുള്ള അമ്മ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ സിസ്റ്റർ എന്നാണ് വിളിക്കണം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിളിക്കണത്. അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ അതേ പ്രായം ഇപ്പോൾ ഉണ്ട് ആ അമ്മക്ക്. അത് ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് അമ്മയ്ക്കിപ്പോൾ ഓർമ്മയില്ല. പറഞ്ഞ കാര്യം തന്നെ ഒരു 100-150 പ്രാവശ്യം പറയും. അപ്പം മക്കളെയും മരുമകളെയും കണ്ടില്ലെങ്കിൽ അപ്പം പുറത്ത് വരും അമ്മ വന്നിട്ട് ഭയങ്കര വിഷമമാണ് മരുമക്കളും അടുത്തില്ലാത്തപ്പോൾ. അയ്യോ എൻ്റെ മക്കൾ വന്നില്ല, ഭയങ്കര ഇത്. അപ്പം ഞാൻ പറയും, അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ റോഡിൻ്റെ അവിടെ നിൽക്കണേന്, ഭയങ്കര ബ്ലോക്കാണ്,
അതുകൊണ്ട് മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതാണ്, അമ്മയുടെ ഒരു വിഷമം കണ്ടട്ടെ, അമ്മ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരില്ല, അവിടെ വഴിയിലേക്കാണ്, അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് വഴി തിരിച്ചപ്പുറത്തുകൂടി വിടണിക്കണ്, ഇങ്ങനെയൊക്കെയെന്നൊക്കെ പറയും. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ആ അമ്മക്ക്. ഈ മക്കളത് പറഞ്ഞിരുന്നു നന്നായില്ലേ, ഞാൻ വിഷമിച്ച് പോയാൽ ഇത് പറഞ്ഞ് തീർന്നതും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ പറയും. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഞാനപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു നൈബറാണ് ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ അമ്മ വരുന്നത്. അപ്പം ഞാൻ അത് കേട്ട് നിൽക്കാനും ഞാനിങ്ങനെയൊക്കെ പറയണത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു മോളിങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ വിഷമിച്ച് പോയാനേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവും. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളവരോടാണെങ്കിലും അതല്ല വീട്ടിലുള്ള ഇപ്പോൾ മുതിർന്ന അല്ലെ പ്രായമായ മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മയോ അച്ഛനോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി അവരോട് സംസാരിക്കാം. അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം. ചില ആൾക്കാർ അവരുടെ വീട്ടിലുള്ള ആൾക്കാർ ഈ പ്രായമായ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല, മിണ്ടേയില്ല, സംസാരിക്കില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങോട്ട് പോവുക. അത് അവരുടെ ഉള്ളിൽ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പോൾ എല്ലാവരും വീടിൻ്റെ അടുത്ത് ആരെങ്കിലും അതേപോലെ ഉണ്ടെങ്കിൽ, പ്രായമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് രണ്ട് കുശലങ്ങൾ ചോദിച്ചാൽ തന്നെ അവരുടെ മനസ്സിലൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. എനിക്കിപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മേനെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തുന്ന സരോജിനി അമ്മ എന്നാക്കാം. അപ്പം തന്നെ ഗ്രൂപ്പിലല്ല, ചാനലിൻ്റെ പേര് തന്നെ ഞാനത് മാറ്റി. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി, ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് തോന്നി.